നമസ്കാരം. ഒരു കഥ സൊല്ലട്ടുമാ, ഒരു ബോർഡർ ലൈൻ കഥ എന്താണെന്നല്ലേ ആലോചിച്ചത്. പല ആൾക്കാരും നമ്മുടെ ഇടയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ പോയി BP നോക്കി, അല്ലെങ്കിൽ ഷുഗർ നോക്കി, ജസ്റ്റ് ആ നോർമലിൻ്റെ എബവ് ആണ്, അത് വലിയ പ്രശ്നമുള്ള കാര്യങ്ങളില്ല, ഇനിയൊന്നും ചെയ്യാനില്ല, അത് അത്രയേ ഉള്ളൂ എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. ഇനി ചിലപ്പോൾ അത് കുറച്ചും കൂടി കൂടുതലായിരിക്കാം. മരുന്ന് കഴിച്ചിട്ട് ചിലപ്പോൾ ഈ പറഞ്ഞ ബോർഡർ ലൈൻ എത്തിയിരിക്കാം. അപ്പോൾ എൻ്റെ പ്രഷർ കുറഞ്ഞു, അല്ലെങ്കിൽ ഷുഗർ അത്രയായി, ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒക്കെ ശരിയായി എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഇത് ഒരു ശരിയായ നടപടിയാണോ? ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമോ? ഈ ബോർഡർ ലൈൻ ആണെങ്കിൽ ശരി, മരുന്ന് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? എപ്പോഴെങ്കിലും അത് ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ വരൂ, ഈ എപ്പിസോഡിൽ നമുക്കൊരു ബോർഡർ ലൈൻ കഥ കേൾക്കാം. ഏവർക്കും സ്വാഗതം. നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കാർഡിയോളജി ഡോക്ടർ ഹർഷ ജീവനാണ്. വെൽക്കം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. നമ്മുടെ ഒരു ടോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോർഡർ ലൈൻ കഥയാണല്ലോ. അപ്പോൾ ഈ ബോർഡർ ലൈൻ കഥ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ലൈഫിൽ നമ്മൾ ഈ ബോർഡർ ലൈൻ ആയിട്ട് കാണുന്ന കഥകൾ എന്തൊക്കെയാണ്? അപ്പോൾ നമുക്കൊരു ബോർഡർ ലൈൻ കഥ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ ബോർഡർ ലൈനിൽ നിൽക്കാൻ ഇഷ്ടമാണ്. അങ്ങോട്ട് കാലുകുത്തുക, അല്ലെങ്കിൽ അസുഖമായിട്ടുള്ള ചികിത്സ മേടിക്കുക. പിന്നെ ബോർഡർ ലൈൻ എത്തിക്കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ബോർഡർ മാറിയോ, നമ്മൾ അങ്ങോട്ട് കടന്നോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. ഇതാണ് ബോർഡർ ലൈൻ കഥ. സാധാരണമായിട്ട് നമ്മളൊരു നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് വെച്ചാൽ ഐഡിയലി 120/80, 120/80. ബട്ട് മിക്ക ആൾക്കാർക്കും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, ചെറുപ്പക്കാർക്കും 120 അല്ല, നോർമലി അറൗണ്ട് 140/90 വരെ മിക്ക ആൾക്കാർക്കും ഉള്ളതാണ്. അപ്പോൾ 140/90 വരെ ഉണ്ടെങ്കിൽ നമ്മളത് മരുന്ന് കൊടുക്കേണ്ട, നമ്മൾ ഡയറ്റായിട്ടോ അല്ലെങ്കിൽ എക്സസൈസായിട്ടോ കൺട്രോൾ ചെയ്യാന്നുള്ളതായിരിക്കും. ബട്ട് വൺസ് ഇറ്റ് ക്രോസസ് ദറ്റ് 140 റേഞ്ച്, നമ്മളിപ്പോൾ ദി ഹൈപ്പർടെൻസീവ് റേഞ്ച് 120 കഴിയുമ്പോഴത്തേക്കും നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്നാണ്. ബട്ട് ഇനീഷ്യൽ ഫേസിൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് ഡയറ്റ് ആൻഡ് എക്സസൈസ് വിത്തൗട്ട് മെഡിസിൻസ് തന്നെയാണ് ആദ്യം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. പക്ഷേ മിക്ക ആൾക്കാർക്കും ആദ്യത്തെ ഒരു റീഡിങ് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് റീഡിങ് വിൽ ബി ആഫ്റ്റർ 3 months, 6 months, 6 years അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ BP ഫ്ലക്ച്വേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദാറ്റ് ക്യാൻ ഹാപ്പൻ വിത്ത് സ്ട്രെസ്, ഇറ്റ് ക്യാൻ ഹാപ്പൻ വിത്ത് നമ്മൾ ഫുഡിനകത്ത് അമിതമായി നമ്മൾ കൂടുതലായിട്ട് ഉപ്പ് കഴിക്കുക, അല്ലെങ്കിൽ ഒത്തിരി മസാലയുള്ള ഐറ്റംസ് കഴിക്കുക, പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക, എക്സസൈസ് ഇല്ലാതിരിക്കുക, ഈ സമയത്തൊക്കെ പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബോർഡറിലുള്ളതെന്ന് വെച്ചാൽ 140 and above, 140 or 150 റേഞ്ചിലുള്ള ആൾക്കാർ മിക്ക ആൾക്കാർക്കും മരുന്ന് കഴിക്കാൻ താല്പര്യമില്ല. അപ്പം അങ്ങനത്തെ ആൾക്കാരോട് പറയുന്നത്, ഒന്ന് നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, ഏത് സമയത്താണ് പ്രഷർ കൂടുക നമുക്കറിയത്തില്ല. ആൻഡ് ആസ് യു നോ, BP ഈസ് എ സൈലൻറ്റ് കില്ലർ. നമുക്ക് ഈ പ്രഷർ ഈ ലെവലിലോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഡാറ്റ ഹാസ് ഷോൺ ദറ്റ് ഈവൻ പ്രഷർ അറ്റ് ദിസ് റേഞ്ച് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ക്യാൻ ഹാവ് എൻഡ് ഓർഗൻ ഡാമേജ്. എന്ന് വെച്ചാൽ നമുക്ക് ഹൃദയത്തിനോ തലച്ചോറിനോ കിഡ്നിക്കോ നമുക്ക് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ അറിയാതെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കൊരു അസുഖം വരുന്നത് വെച്ചാൽ ചിലപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ടോ സ്ട്രോക്ക് ആയിട്ടോ ഒരു കിഡ്നി ഫെയിലിയർ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ബോർഡറിൽ നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ടോ ഓർ ആക്ച്വലി അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്കപ്പ് വേണ്ടി വരും. മരുന്ന് കൊണ്ട് ഇല്ലാതെ ഇഷ്ടം പോലെ ആൾക്കാർ സന്തോഷമായിട്ടിരിക്കുന്നു, പക്ഷേ അവർ ഇടയ്ക്കൊരു ചെക്കപ്പിന് പോകുന്നു, പ്രഷർ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ. വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ചാൽ ഡോക്ടറെ കാണുമ്പോൾ ഹോസ്പിറ്റലിൽ കാല് കുത്തുമ്പോൾ എനിക്ക് 10-20 പോയിൻറ്റ് കൂടിയ പ്രഷർ മിക്ക ആൾക്കാർക്കും ഉള്ളതാണ്. ദാറ്റ് ഈസ് എ നാച്ചുറൽ റിയാക്ഷൻ. എന്ന് വെച്ചാൽ നമുക്ക് സ്ട്രെസ്സ് വരുമ്പോഴോ ഡോക്ടറിൻ്റെ കൂട്ട് കാണുമ്പോഴോ ഡോക്ടറെ കാണുമ്പോഴോ നമുക്ക് ഈ വിഷമം ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെ അർത്ഥം നമുക്ക് പ്രഷർ ഇല്ലെന്നല്ല, നമുക്ക് പ്രഷർ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം എന്നാണ്. ഇത് നമുക്ക് പരിഹരിക്കാൻ വേണ്ടി ഹൗ ഡു യു ട്രീറ്റ് ദിസ് നമുക്ക് അറിയാം. ഫസ്റ്റ് നമുക്ക് ഡയഗ്നോസിസിൽ ചിലപ്പോൾ ഹോസ്പിറ്റൽ സെറ്റിംഗ് അല്ലാതെ ഹോം മോണിറ്ററിങ് ഓഫ് ബ്ലഡ് പ്രഷർ ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഹോം മോണിറ്ററിങ് ഈസ് ഈക്വലി എഫക്റ്റീവ്. ഞങ്ങളുടെ വീട്ടിൽ നമുക്കൊരു ഓട്ടോമാറ്റിക് ഇൻസ്ട്രുമെൻറ്റ് വെച്ച് അല്ലെങ്കിൽ നമ്മുടെ മെർക്കുറി മാനോമീറ്റർ വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നതിനൊരു കുഴപ്പമില്ല. ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം പ്രഷർ ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നമുക്ക് ആ ഹോസ്പിറ്റൽ സെറ്റിങ്ങിൻ്റെ ഭാഗം നമുക്ക് മാറിക്കിട്ടി. വി ആർ സീയിങ് ഇറ്റ് ഇൻ എ നാച്ചുറൽ സറൗണ്ടിങ്. ബട്ട് ദ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ എന്ന് പറയുന്നത് ഈസ് കോൾഡ് ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ മോണിറ്ററിങ്. ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ എന്ന് വെച്ചാൽ ഒരു BP ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ കയ്യിൽ കെട്ടിക്കൊണ്ട് ദാറ്റ് വിൽ റെക്കോർഡ് എവറി ഹാഫ് ആൻ അവർ. അപ്പോൾ നമ്മൾ നോർമൽ നമ്മുടെ എന്താ റുട്ടീൻ ചെയ്യുക അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇറ്റ് വിൽ കോൺസ്റ്റൻ്റ്ലി റെക്കോർഡ് ദ ബ്ലഡ് പ്രഷർ. അപ്പോൾ ഇതിന് നമുക്ക് ഒരു പർട്ടിക്കുലർ സെറ്റിംഗ് ഹോസ്പിറ്റലിലോ ഓഫീസിലോ വീട്ടിലോ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. എല്ലാ 1 മണിക്കൂർ അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സാധാരണ ഒരാൾക്ക് ബ്ലഡ് പ്രഷർ ഡിപ്പ് ചെയ്യണമെന്നാണ്, കുറയണമെന്നാണ്.
അത് കുറയുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് യുവർ പ്രഷർ ഇസ് ഹൈ ഈവൻ അറ്റ് നൈറ്റ്. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ശരീരത്തിന് റെസ്റ്റ് കിട്ടുന്നില്ല, നമ്മളൊരു മോട്ടർ ഇസ് ഗോയിങ് അറ്റ് ഹൈ വെലോസിറ്റി പോലെയാണ് ഇത് കാണുന്നത്. അങ്ങനത്തെ ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് ഓർ സ്ട്രോക്കിൻ്റെ റിസ്ക് മച്ച് ഹയർ ദൻ എ നോർമൽ പേഴ്സൺ. ദേ ആർ കോൾഡ് നോൺ ഡിപ്പേഴ്സ്. ഈ ഡിപ്പ് ചെയ്യുന്നില്ലാത്ത ആൾക്കാർക്ക് അതങ്ങനെയുണ്ടെങ്കിൽ ഹി ഡെഫിനറ്റ്ലി നീഡ്സ് ബ്ലഡ് പ്രഷർ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ചില സമയത്ത് ഇത് നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഈ പ്രഷർ ചില സാഹചര്യത്തിൽ കൂടുന്നുണ്ട്. രാവിലെ കോമൺ ആയിട്ട് പറയുകയെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ ബി പി കൂടും, അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ തിരിച്ച് ഓഫീസ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബി പി കൂടും. ഇപ്പോൾ നോർമൽ മോർണിംഗ് റൈസ് ഓഫ് ബ്ലഡ് പ്രഷർ ക്യാൻ ഹാപ്പൻ ഏർലി മോർണിംഗ് ആയിട്ടുണ്ടാകാം, ആസ് എ ഡ്രീം ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ നാച്ചുറൽ എഴുന്നേക്കുന്നവരും, അല്ലെങ്കിൽ ഇനീഷ്യൽ പാർട്ട് ഓഫ് ഓഫീസ് അവേഴ്സ്, ഓർ വീട്ടിൽ വരുമ്പോഴത്തേക്കിന് ഒരു 6 to 9 in the night ഓൾസോ ദർ ക്യാൻ ബി എ റൈസ് ഇൻ ബ്ലഡ് പ്രഷർ. ഏത് സമയത്ത് നമ്മൾ പ്രഷർ കൂടുന്നതനുസരിച്ച് അറിഞ്ഞാൽ അതനുസരിച്ച് ഐ ക്യാൻ ടൈം മൈ ബി പി മെഡിസിൻ അക്കോർഡിംഗ് ടു ദാറ്റ്. അപ്പോൾ കൺട്രോൾ ഇസ് മോർ യൂണിഫോം. നമുക്ക് ആ പർട്ടിക്കുലർ സ്പൈക്ക് എന്ന് പറയും, ആ സ്പൈക്ക് ഓഫ് ബ്ലഡ് പ്രഷർ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ നല്ലതായിരിക്കും പറ്റും. അപ്പോൾ ഈ ബി പി ആണെങ്കിലും ഷുഗർ ആണെങ്കിലും നമ്മൾ ഷുഗറിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ പലരും മരുന്ന് കഴിക്കാത്തതിൻ്റെ 2 റീസൺസ് കോമൺ കേൾക്കുന്നത്. ഒന്ന്, മരുന്ന് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകും. രണ്ടാമത്തെ കാര്യം, മരുന്ന് കഴിക്കാൻ തുടങ്ങിയ പിന്നെ ഞാൻ ജീവിതം മുഴുവൻ മരുന്ന് കഴിക്കണം. ഇതിനെ രണ്ടിനെയും കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം? കോമൺ ആയിട്ട് പറയുമ്പോൾ ഇൻ കേസ് ഒരു ബ്ലഡ് പ്രഷർ ആദ്യമായിട്ട് നമ്മൾ കണ്ടു ഇതാണ്ട് പ്രഷർ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ, ഇഫ് യു മോണിറ്റർ പി പി ഓവർ എ പീരിയഡ് ഓഫ് ടൈം, നമ്മുടെ വേറെ റിസ്ക് ഫാക്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ പുള്ളിക്ക് ഓൾറെഡി കൊളസ്ട്രോൾ ഉണ്ട്, നല്ല വണ്ണമുള്ള ആളാണ്, ഫാമിലിയിൽ ബി പി ഉള്ളതാണ്, നല്ലപോലെ ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിൽ പ്രഷർ കുറയാൻ സാധ്യത കുറവാണ്. ഇറ്റ് വിൽ നോട്ട് ഡിക്രീസ്. ഈ കാര്യങ്ങൾ ഈ മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് മാറ്റാതെ പ്രഷർ മാറത്തില്ല. എന്നാലും ഒരു 100 പേരിൽ വെച്ചാൽ 75% ആൾക്കാർക്ക് ചിലപ്പോൾ പ്രഷറിന് മരുന്ന് കഴിക്കേണ്ട ആവശ്യം വരാം. പക്ഷേ ബാക്കി 25% ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചാലും മരുന്നില്ലാതെ മുമ്പോട്ട് പോകാം. വെച്ചാൽ ഡയറ്റ് ഓർ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കൺട്രോൾ ചിലപ്പോൾ നമുക്ക് നിയന്ത്രിക്കാം. അപ്പോൾ നമ്മൾ ഏത് പോയിന്റിൽ നമ്മൾ 75%ലാണ് 25%ആണെന്ന് അറിയണമെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കണം. ഫുഡ് കൺട്രോൾ ചെയ്ത് നോക്കണം, എക്സസൈസ് ചെയ്ത് നോക്കണം, ഇടയ്ക്കൊരു ചെക്കപ്പിന് ചെയ്ത്. ഏത് ഗ്രൂപ്പിൽ വന്നാലും പ്രഷർ മോണിറ്ററിങ് ഇസ് എ മസ്റ്റ്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചോദിച്ച പോലെ ബ്ലഡ് പ്രഷർ ഹൈ ആയിട്ട് ചികിത്സിക്കാതിരിക്കുന്ന ആൾക്കാരിലാണ് മിക്കതും കിഡ്നി അടിച്ചു പോകുന്നത്. ചില മരുന്നുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഈ കിഡ്നി പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ചില മെഡിസിൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. ബി പി ഉള്ള ആൾക്കാർക്ക് അത് കിഡ്നീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മെഡിസിൻസാണ്. അപ്പം കിഡ്നി പ്രോബ്ലം മരുന്ന് കൊണ്ട് മാത്രമല്ല വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഷുഗറുണ്ട്, കിഡ്നി ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ട്, ഇങ്ങനത്തെ കുറേ അസുഖങ്ങൾ കൊണ്ട് കിഡ്നി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രഷർ ഈസ് എ വെരി സൈലൻറ്റ് തിങ്. അതുകൊണ്ട് അതിൻ്റെ തല ഉയർത്തത്തില്ല, അത് നമുക്കൊരു അസുഖമായിട്ട് കാണുള്ളൂ. അതുകൊണ്ട് കുറേ നാൾ മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ മരുന്നിൻ്റെ ഗുണം നമുക്ക് ആദ്യം അറിയത്തില്ല. ലോങ് ടേം റിസൾട്ട് നോക്കുകയാണെങ്കിൽ ബി പി ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് നല്ലപോലെ റെസ്പോൺസ് കിട്ടുന്നത് വേറെ ഓർഗൻസ് നമുക്ക് സേഫായിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ കിഡ്നി ആവട്ടെ, ബ്രെയിൻ ആവട്ടെ, ഹാർട്ട് ആവട്ടെ, കണ്ണാവട്ടെ, ഇതെല്ലാം പ്രഷർ ബാധിക്കുന്ന ഏരിയാസാണ്. ഓക്കെ. ഇതേപോലെ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു ബോർഡർ ലൈൻ കഥയാണ് ഡയബറ്റിസ്. അതിൽ തന്നെ പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് സാർ. പ്രീ ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാസ്റ്റിംഗ് ഷുഗർ കൂടുതലാണ്, ബട്ട് നോട്ട് റീച്ചിങ് ഡയബറ്റിക് റേഞ്ച്, ഓർ നമ്മുടെ 3 month ആവറേജ് HbA1c അത് ഒരു 5.7 to 6.2 ആ റേഞ്ചിലുണ്ട്. ഇപ്പോൾ ഷുഗർ ഡയബറ്റിക് ആണെന്ന് നമുക്ക് പറയാറായിട്ടില്ലെങ്കിലും സ്റ്റഡീസിനകത്ത് കണ്ടുവന്നിരിക്കുന്നത് ഇഫ് യു ആർ ഹാവിങ് എ പ്രീ ഡയബറ്റിക് റേഞ്ച് ഓഫ് ഷുഗർ, യു ആർ ഹാവിങ് എ ഹയർ റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസ്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കുള്ള സ്ട്രോക്കിൻ്റെ നമുക്ക് റിസ്ക് കൂടുന്നുണ്ട്. ഡയബറ്റിക് പേഷ്യൻസിൻ്റെ അത്ര ഇല്ലെങ്കിലും നമുക്കതുണ്ട്. അപ്പോൾ ഈ പ്രീ ഡയബറ്റിക് റേഞ്ചിൽ വന്നാലും നമുക്ക് ഷുഗർ കൺട്രോളും ഡയറ്റ് കൺട്രോളും വേണമെന്നാണ്. ഡയബറ്റിക് റേഞ്ചിലോട്ട് പ്രോഗ്രസ് ചെയ്യുവാണെങ്കിൽ വി വിൽ ഹാവ് ടു സ്റ്റാർട്ട് ദ മെഡിസിൻസ്. അപ്പോൾ ഈ ബോർഡറിൽ നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ കേട്ട് കാണും, ഷുഗർ ഉണ്ട്, അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഷുഗർ ടെസ്റ്റ് ചെയ്യും. ഷുഗറിനകത്ത് നമുക്ക് ഫാസ്റ്റിംഗ് ഷുഗർ 110 120 വന്നു, ആഫ്റ്റർ ഫുഡ് ഒരു 160 വന്നു, HbA1c 3 month ഒരു 6.2 to 6.4 വന്നു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്, എനിക്ക് ഷുഗർ ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ ഷുഗർ ഇല്ലാത്തതല്ല, നിങ്ങൾക്കൊരു ഷുഗറിൻ്റെ തുടക്കമുണ്ട്, നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടെന്നാണ് നമ്മൾ അതിനകത്തുള്ളൊരു സാരാംശം. അത് ചെയ്തില്ലെങ്കിൽ പ്രോബ്ലം വെച്ചാൽ നമ്മൾ അറിയാതെ തന്നെ ഈ ബ്ലഡിൻ്റെ ഷുഗർ കൗണ്ട് കൂടുക, ഈ ഷുഗറിൻ്റെ പ്രോബ്ലംസ് വേറെ അസുഖങ്ങളായിട്ട് മാറുന്നതാണെങ്കിൽ അത് ചെക്ക് ചെയ്യാതെ പറ്റത്തില്ല. അപ്പോൾ ഇടയ്ക്കൊരു ചെക്കപ്പിൻ്റെ ആവശ്യമുണ്ട്. നമ്മളൊരു പ്രാവശ്യം ചെക്ക് ചെയ്തു, ഷുഗറിൻ്റെ ഇങ്ങനെ ബോട്ടിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 to 6 monthsലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് ഓൾവേസ് നല്ലതാണ്. ചിലർക്ക് ഇച്ചിരി ഫ്രീക്വൻ്റ് ആയിട്ട് വേണ്ടി വരും, ഹയർ ലെവൽസ് ആണെങ്കിൽ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വരും. പിന്നെ ഷുഗറിലോട്ട് നമ്മൾ ഇൻ കേസ് ഷുഗർ ഡയബറ്റീസിൻ്റെ ഡയഗ്നോസിസിലോട്ട് നമ്മൾ പോവുകയാണെന്നാണെങ്കിൽ വി നീഡ് ടു ട്രീറ്റ് ഇറ്റ് അഡിക്വേറ്റ്ലി ടു ബ്രിങ് ഇറ്റ് നമ്മുടെ ഷുഗറിൻ്റെ ഹീമോഗ്ലോബിൻ A1c ലെവല് നോർമൽ റേഞ്ചിൽ എത്രമാത്രം അടുപ്പിക്കാം അത്രയും നമുക്ക്
ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇതിൽ രണ്ട് കാര്യങ്ങൾക്ക് ഡയബറ്റീസ് ചോദിക്കാനുള്ളത്. ചില ആൾക്കാർ പറയാറുണ്ട് കുറച്ച് കാലം മരുന്ന് കഴിച്ചു, നോർമലായി മാറി, അതുകൊണ്ട് ഞാൻ ഗുളിക നിർത്തി. അപ്പോൾ അങ്ങനെ ഷുഗർ ഒരിക്കൽ ഡയഗ്നോസ് ചെയ്ത ഒരാൾക്ക് അത് മാറും? ദർ ഇസ് എ ഇനീഷ്യൽ ഫേസ് വെർ ദർ ഇസ് കുറച്ച് ഇൻസുലിൻ്റെ സെക്രീഷൻ കൂടുന്ന ഒരു ഫേസ് ഉണ്ട്. അപ്പോൾ ഈ മരുന്നുകളെല്ലാം ചെല്ലുന്ന സമയത്ത് ഈ ഇൻസുലിൻ സെക്രീഷൻ ചിലർക്ക് ചിലൊരു പീക്കിലോട്ട് വരുന്ന സമയത്ത് ഷുഗർ കുറയും. ബട്ട് അത് ഇടയ്ക്ക് നമ്മൾ മോണിറ്റർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ലെവൽ ഓഫ് സെക്രീഷൻ കുറയുമ്പോഴത്തേക്കും ഷുഗറിൻ്റെ ലെവൽ നമുക്ക് കൂടും. അപ്പോൾ ഇനീഷ്യൽ ഫേസിൽ നിങ്ങൾ പറഞ്ഞ പോലെ ആ ഫേസിൽ നോക്കുമ്പോൾ ഷുഗർ കുറഞ്ഞു, എല്ലാം ബെറ്ററായി എന്ന് വെച്ചാൽ ഒന്ന് മരുന്നിൻ്റെ ഗുണമാണ്, രണ്ടാമത്തെ ശരീരം അതിനെ അക്സെപ്റ്റ് ചെയ്തു, അതിൻ്റെ റെസ്പോൺസാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഷുഗർ ഇല്ലെന്നല്ല, നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണമെന്നാണ്. ചെക്ക് ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഇത് കാണുമ്പോൾ മിക്ക ആൾക്കാരും അടുത്ത 2-3 കൊല്ലം ഷുഗർ ചെക്ക് ചെയ്യാറില്ല. ഈ സമയത്താണ് ഷുഗർ ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരിക, അസുഖമായിട്ട് വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഷുഗർ ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഷുഗർ ഉണ്ടായിരുന്നു, ശരിയായി, പിന്നെ മാറി. ഷുഗർ മാറി നമുക്ക് ലെവൽസ് എല്ലാം നോർമൽ ആവുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണെങ്കിൽ വി ഹാവ് ടു മോണിറ്റർ സ്ട്രിക്ട്ലി. ഒന്ന് ഷുഗർ മോണിറ്റർ ചെയ്യുന്നല്ലാതെ ഡയറ്റും എക്സസൈസും അത്രയും ശ്രദ്ധിക്കുന്ന ആൾക്കാരിൽ മിനിമം മെഡിസിൻസ് കൊണ്ട് മുമ്പോട്ട് പോകാവുന്നതാണ്. ഷുഗറിനെ കൺട്രോൾ, ഒരു ക്യൂർ എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് ഇല്ലെങ്കിലും നൗ ഡേയ്സ് വിത്ത് ദ കറണ്ട് മെഡിസിൻസ്, വിത്ത് ദ കറണ്ട് ഡയറ്റ് മോഡിഫിക്കേഷൻസ് നമുക്ക് നല്ലപോലെ റെസ്പോൺസ് കിട്ടുന്ന ഒരു സംഗതിയാണ്. പിന്നെ ചിലർക്ക് ജനറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ചിലർക്ക് സം ടൈപ്സ് ഓഫ് ഡയബറ്റീസ് നീഡ് ഇൻസുലിൻ, അങ്ങനത്തെ ചില ഡയബറ്റീസ് ഉണ്ട്, ടൈപ്പ് 1 ഡയബറ്റീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതായതുകൊണ്ട് ദ സജഷൻ ഇസ് നോട്ട് ടു സ്റ്റോപ്പ് മെഡിസിൻസ്. മരുന്ന് നിർത്തുന്നത് നിങ്ങളൊരു ഡോക്ടറോട് കണ്ടിട്ട് മാത്രമേ ഉള്ളൂ, സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കരുത്. മിക്ക ആൾക്കാരോട് ചോദിക്കുമ്പം നിങ്ങൾ പറഞ്ഞ പോലെ മരുന്ന് ഞാൻ കഴിച്ചു, ഷുഗർ നോക്കി, കുഴപ്പമില്ല, അത് ഞാൻ അങ്ങോട്ട് നിർത്തി, ഇതാണ് കോമൺ ആയിട്ട് വരുന്നത്. പക്ഷെ അതിൻ്റെ ദോഷം എന്ന് വെച്ചാൽ 2 മാസം 3 മാസം കഴിഞ്ഞിട്ട് അസുഖം കൂടുമ്പോഴായിരിക്കും പിന്നെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടോ അല്ലെങ്കിൽ കീറ്റോ ആസിഡോസിസ് ആയിട്ടാണോ അല്ലെങ്കിൽ പേഷ്യൻറ്റിന് വേറെ ഒരു കോമ ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു ബുദ്ധിമുട്ടായിട്ടോ ആയിരിക്കും നമ്മൾ കാണുന്നത്. അതെ. പിന്നെ അതുപോലെ ഒരു പുതിയൊരു നൂതനമായൊരു കൺസെപ്റ്റാണ് ഈ ഡയബറ്റിക് റിവേഴ്സൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്, പൂർണ്ണമായി ഇല്ലാതെയാക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡോക്ടറുടെ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? പൂർണ്ണമായിട്ട് ഫോർ എ സർട്ടൻ പീരിയഡ് ഓഫ് ടൈം ഐ അഗ്രി, വി ക്യാൻ റിവേഴ്സ് ഇറ്റ് ഓർ വി ക്യാൻ ട്രീറ്റ് ഇറ്റ് അക്കോർഡിംഗ്ലി. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ടു മെയിൻറ്റെയിൻ എ പെർസിസ്റ്റൻ്റ്ലി ലോ ഷുഗർ ലെവൽ ദാറ്റ് വിൽ നീഡ് എ ലോട്ട് ഓഫ് ഇൻ്റർവെൻഷൻ ഇൻ ദ ഫോം ഓഫ് നോൺ ഫാർമക്കോളജിക്കൽ മീൻസ്. ഞാൻ പറഞ്ഞ പോലെ ഡയറ്റ് ഓർ എക്സർസൈസ് ഓർ certain types of diet which reduce the sugars. ഇതല്ലാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അൺലെസ് ദ പേഷ്യൻ്റ് ഇസ് മോണിറ്റേർഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം വി കനോട്ട് കോൾ ഇറ്റ് എ റിവേഴ്സൽ. ഓക്കെ. പിന്നെ എനിക്ക് ചോദിക്കുള്ള അടുത്തൊരു ബോർഡർ ലൈൻ കഥ സ്മോക്കിങ്ങിനെ കുറിച്ചാണ്. ചിലർ പറയും ഞാൻ ഇടയ്ക്ക് 2 വലിക്കുള്ളൂ, ഇപ്പോൾ ഒന്ന് വലിച്ചിട്ടേ ഉള്ളൂ, ഞാൻ അങ്ങനെ സ്ഥിരം വലിക്കുന്ന ആളല്ല. അപ്പോൾ അങ്ങനെ വലിക്കുന്ന ആൾക്കാർക്ക് അത് പ്രോബ്ലം ഉണ്ടാക്കുമോ? തീർച്ചയായും. സ്മോക്കിംഗ് ആസ് ഐ കൺസിഡർ ഇസ് ആൻ ഓൾ ഓർ നൺ എന്ന് വെച്ചാൽ നമ്മൾ ഒരു സിഗരറ്റ് വലിച്ചാലും 20 സിഗരറ്റ് വലിച്ചാലും സ്മോക്കിംഗ് ആണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ചില സ്റ്റഡീസ്, സയൻറ്റിഫിക്കലി ചില സ്റ്റഡീസ് ദേ ഹാവ് കണ്ടക്റ്റഡ്. നിങ്ങൾ ചോദിച്ചാൽ അതേ ക്വസ്റ്റ്യൻ. അപ്പോൾ 1 സിഗരറ്റ് തൊട്ട് 5 സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരെയും 20 സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് അവർ നോക്കി. 2 പേർക്കും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഉണ്ടായിട്ടുണ്ട്, സാധാരണ പോപ്പുലേഷനേക്കാളും കൂടുതൽ. 20 സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ കൂടുതലുണ്ടായെന്നുള്ളതല്ലാതെ 1 സിഗരറ്റ് വലിച്ച ആൾക്കാർക്ക് കുറവുണ്ടായിട്ടില്ല. 2 പേർക്കും ഉണ്ടായിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൺലി ദാറ്റ് ദ സിവിയറിറ്റി ഈസ് മോർ ഇൻ എ മോർ സ്മോക്കിംഗ് ആൾക്കാർ. 1 സിഗരറ്റ് വലിക്കുന്നതുകൊണ്ടും നമ്മൾ സ്മോക്കിംഗ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ബിക്കോസ് നമ്മൾ ഈ പുക ഉള്ളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും നമ്മുടെ രക്തധമനിയിലത്തെ ലൈനിങ്സ് ഡാമേജ് ആയിട്ട് അവിടെയുള്ള പ്ലാക്ക് ഡെപ്പോസിഷനും പെട്ടെന്ന് പ്ലാക്ക് ഇറോഷൻ എന്ന് പറയും, അല്ലെങ്കിൽ പെട്ടെന്ന് രക്തക്കുഴലിനകത്ത് ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ഒരു പൊട്ടൽ വന്നിട്ട് ക്ലോട്ട് വരിക അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരിക. ഈ പ്രോബ്ലംസ് ഒരു സ്മോക്കേഴ്സിന് സാധാരണ ആൾക്കാരെക്കാളും കൂടുതലായിട്ട് പോകും. ഇറ്റ് ഇസ് കോൾഡ് എ സ്റ്റേറ്റ് ഓഫ് ഇൻഫ്ലമേഷൻ. നമ്മുടെ രക്തക്കുഴലിനകത്തുള്ളൊരു നീർക്കെട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ്റെ ഒരു ഭാഗം കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഡേഞ്ചറസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്മോക്കിംഗ് ജനറലി ഇഫ് യു ആർ പ്ലാനിങ് ടു സ്റ്റോപ്പ് എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തുന്നതാണ് നല്ലത്. ദർ ആർ സം ഓൾട്ടർനേറ്റീവ്സ് വിച്ച് പീപ്പിൾ കൺസിഡർ. പീപ്പിൾ അത് സ്മോക്കിംഗ് ഇല്ല, എനിക്ക് ഈ സിഗരറ്റ് മതി, വെയ്പ്പിംഗ്, കുറച്ച് കാര്യങ്ങളുണ്ട്. ചെറിയ നിക്കോട്ടിനേ ഉള്ളൂ, കുറച്ച് നിക്കോട്ടിനേ ഉള്ളൂ. ഇതിനകത്ത് തരത്തിൽ ഈ ലിക്വിഡ്, ഈ ലിക്വിഡ് നമ്മൾ വേപ്പറൈസ് ചെയ്യുമ്പോഴാണ് നമ്മളത് ഒരു സ്മോക്കായിട്ടോ വേപ്പറായിട്ടോ വരുന്നതാണ് ഈ വേപ്പിംഗ് എന്ന് വരുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള കണ്ടൻറ്റ് ഓൾസോ കണ്ടെയ്ൻസ് വൺ ഇസ് നിക്കോട്ടിൻ. പിന്നെ അതല്ലാതെ കുറേ കെമിക്കൽസ് വിച്ച് കണ്ടെയ്ൻസ് കാർബൺ, സൾഫർ, കുറേ എലിമെൻറ്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന കുറേ അയോൺസ് വിച്ച് ആർ നോട്ട് ഗുഡ് ഫോർ ദ ബോഡി ഉണ്ട്. ദാറ്റ് ഈസ് ഫോർ 2 reasons. One is to give you that physical high.
or the mental high. Second thing, അതിനകത്ത് ഒരു particular flavor. ഇപ്പോൾ the last count, there are more than 7,000 flavors of e-cigarettes. നമുക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. But all of them have chemicals which have been proven. Same thing, again they have studied scientifically. Even e-cigarettes and vaping is not good for the body because ഒന്ന് it promotes the coagulation. പക്ഷേ രക്തക്കുഴലിനകത്ത് കട്ട പിടിക്കാനോ അല്ലെങ്കിൽ ക്ലോട്ട് വരാനുള്ള സാധ്യത അത് കൂട്ടും. So that is dangerous. Forming clots not only in the heart, in the other parts of the body, കാലിലോട്ടോ വേറെ ഓർഗൻസിലോട്ടോ നമുക്ക് ക്ലോട്ട് വരാനോ അല്ലെങ്കിൽ ഇതുകൊണ്ടും ഹാർട്ട് അറ്റാക്ക് or stroke വരുന്ന റിസ്ക് is higher than the general population. Okay. So if you are planning, better is not to start smoking. If you are smoking, please stop. അത് മാത്രമേ. It's the same way smoking പോലെ തന്നെ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആൽക്കഹോൾ. ചില ആൾക്കാർ പറയും കുറച്ച് 30 ml ആൽക്കഹോൾ is good for your heart എന്നൊക്കെ പറയും. So what is your take? See, alcohol is not considered as harmful as smoking because ചില വെസ്റ്റേൺ സ്റ്റഡീസിൽ കണ്ടിരിക്കുന്ന ആൽക്കഹോൾ മാത്രമല്ല വൈൻ, എസ്പെഷ്യലി ദ റെഡ് വൈൻ, ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് ആൻറ്റി ഓക്സിഡൻസ്. അതുകൊണ്ട് ഇറ്റ് ഇസ് സപ്പോസ് ടു ബി ബെനിഫിഷ്യൽ. അവരുടെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് അവർ എടുക്കുന്നതാണ്. സോ ദാറ്റ് ഇസ് കൺസിഡേർഡ് അറ്റ് എ സർട്ടൻ, നിങ്ങൾ പറഞ്ഞ പോലെ. ബട്ട് as of now, their data says that there is no consistent good benefit from taking alcohol. Alcohol കുടിച്ചുകൊണ്ട് നമുക്ക് വലിയ ഗുണം കിട്ടുന്നില്ല. പ്ലസ് ആൽക്കഹോൾ ജനറലി നമ്മൾ ആൽക്കഹോൾ മാത്രമല്ല, ആൽക്കഹോളിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ നമുക്കൊരു സുഖം ഉണ്ടാകത്തില്ല. മിക്ക ആണുങ്ങൾ ടച്ചിങ്സ് എന്ന് പറയുമോ അല്ലെങ്കിൽ whatever you want to call it as a snacks along with it. These usually have a higher concentrate of either salt or oil to make it tasty. അപ്പോൾ ആൽക്കഹോളിൻ്റെ കൂടെ ഉള്ള ഐറ്റംസും നമുക്ക് നല്ലതല്ല. പ്ലസ് ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് ഓൺ എ റെഗുലർ ബേസിസ് നമുക്ക് ഇതെല്ലാം കൂടെ ആഡപ്പ് ചെയ്ത് വരുമ്പോൾ ഹാർട്ടിനെ ബാധിക്കും. പണ്ട് ഇത് ഹിപ്പോക്രട്ടസ് പറഞ്ഞെന്നാണ് പറയുന്നത്, മെഡിസിൻ ഇസ് യുവർ ഫുഡ് ആൻഡ് ഫുഡ് ഇസ് യുവർ മെഡിസിൻ എന്നുള്ളതാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ദേ സേ ഇറ്റ് ഇസ് നോട്ട് കോട്ടഡ് ബൈ ഹിം, പക്ഷേ എന്നാലും അങ്ങനെ ഒരു കോട്ടുണ്ട്. പക്ഷേ നമ്മൾ കേരളീയരെ മലയാളികളെല്ലാം ഭക്ഷണപ്രിയരാണ്. അപ്പോൾ ഒരാളോട് ഭക്ഷണം കഴിക്കരുതെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ അറ്റ് വൺ സ്റ്റേജ് ഫുഡ് ഈസ് നോട്ട് ഓൺലി ഫോർ യുവർ ഹങ്കർ. ഇപ്പോൾ നമ്മൾ ഒരേ സ്ഥലത്ത്, നമ്മൾ നാട്ടിലൊരു സ്ഥലത്ത് പോയാൽ ഫുഡ് ഈസ് എ കൾച്ചർ, ഇറ്റ് ഈസ് എ ടേസ്റ്റ്, ഇറ്റ് ഈസ് എ ഫ്ലേവർ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇറ്റ് ഈസ് എ മെൻറ്റൽ കണക്ഷൻ. ഇപ്പോൾ നമ്മൾ യു ഗോ ടു എ കുക്ക് ഓർ എ പേഴ്സൺ ഹു റിവ്യൂസ് ഫുഡ്, പുള്ളി പറയുന്നത് ഇതൊരു ഫുഡ് ഒരു ഇറ്റ് ഈസ് നോട്ട് ഓൺലി എ തിങ് ടു ഈറ്റ്, ഇറ്റ് ഈസ് എ തിങ് ടു എക്സ്പീരിയൻസ്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. ദ നമ്പർ ഓഫ് ഈറ്ററീസ് ആൻഡ് ദ നമ്പർ ഓഫ് കുസീൻസ് അവൈലബിൾ ഇൻ കേരള ഇത്രയുള്ള സമയത്ത് ഭക്ഷണം കഴിക്കരുതെന്നല്ല. ബട്ട് എവറിത്തിങ് ഇൻ മോഡറേഷൻ, ഒരു പർട്ടിക്കുലർ ലിമിറ്റ് ഇതിനപ്പുറം നമ്മൾ പോയാൽ നമുക്ക്. അപ്പം they have conducted this, people who eat out more have more disease. അപ്പോൾ even though we like tasty food, the best tasty food is always cooked in your home. അല്ല, എന്നെ മോൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അമ്മ ഇന്ന് എന്താ ഉണ്ടാക്കിയത്, ടേസ്റ്റ് ഉള്ളതാണോ അതോ ഹെൽത്തി ആണോ? Okay, that is something which every mother has. അപ്പോൾ ഇത് how to solve it is something which is healthy and tasty എന്നുള്ളത്, how to package it depends on the family or the person. Yes, that is absolutely true. Second thing, when you go to a particular place, the taste increases in proportion to the kind നമ്മൾ എന്താ ആഡ് ചെയ്യുന്നതനുസരിച്ച്. അപ്പോൾ അതിനകത്ത് ചില മസാലകൾ, ഉപ്പിൻ്റെ അംശം, ദി ടൈപ്പ് ഓഫ് ഓയിൽ യൂസ്ഡ്. ഞാൻ പറയുന്ന ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നമ്മൾ ഫുഡ് അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും വീട്ടിൽ കഴിക്കുന്നതെന്ന് വെച്ചാൽ പ്രധാന കാര്യം വീട്ടിൽ ഉപയോഗിക്കുന്ന എണ്ണ, ഓയിൽ ഇസ് ജനറലി പ്യുവറർ. വി ഡോണ്ട് യൂസ് ഇറ്റ് മൾട്ടിപ്പിൾ ടൈംസ്. നമ്മൾ കൂടുതൽ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴത്തേക്കിനും ഇറ്റ് ഡെവലപ്സ് വാട്ട് ഇസ് കോൾഡ് ട്രാൻസ് ഫാറ്റ്സ്. ദീസ് ആർ വെരി ഡേഞ്ചറസ് ബിക്കോസ് രക്തധമനിയിൽ ഈ ഫാറ്റ് കൊണ്ട് വരുന്നത് അടിയാനുള്ള സാധ്യത കൂടുതലാണ്. സോ ട്രാൻസ് ഫാറ്റ്സ് ആർ സംതിങ് വിച്ച് ആർ ടു ബി അവോയ്ഡഡ്. സോ ഇപ്പോൾ നിങ്ങൾ മിക്ക ലേബിൾസിൽ നോക്കുവാണെങ്കിൽ അതിനകത്ത് ട്രാൻസ് ഫാറ്റ് കണ്ടൻറ്റ്, ട്രാൻസ് ഫാറ്റ് കൊളസ്ട്രോൾ 0 അല്ലെങ്കിൽ വാട്ട് എവർ പെർസെൻറ്റേജ് അവർ ഇട്ട് കാണും. ദാറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ഫോർ ദ ബോഡി. അപ്പോൾ ഫുഡ്, ഇഫ് യു ആർ ഗോയിങ് ഔട്ട് ആൻഡ് ഈറ്റിംഗ്, പ്രിഫറബ്ലി യു ഹാവ് ഇറ്റ് ഇൻ എ പ്ലേസ് വിറ്റ് ഇസ് ഫുഡ് ഇസ് മെയ്ഡ് ഫ്രഷ്. അപ്പോൾ നമുക്ക് ഫ്രഷ് ഫുഡ്, ഫ്രഷ് ഫ്രൂട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സെക്കൻഡ് തിങ്, ഓൾവേസ് നമുക്ക് കഴിക്കുന്ന ഫുഡിനകത്ത് ഹൈ കാലറി കണ്ടൻറ്റ് ഉള്ള ഐറ്റംസ്, these if you can avoid. Give you a simple example, gulab jamun or something which is soaked നമ്മുടെ ഇതിനകത്ത് അതിൻ്റെ രസത്തിൽ ഷുഗർ സിറപ്പിൽ soaked, that content is very high. It is tasty, I agree. പക്ഷേ അതിന് പകരം if you are having something which is say made of fruit or something which has a little more fiber, ഇതെല്ലാം പുറത്ത് കഴിച്ചാലും നമുക്ക് നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഈ ഓയിലിൻ്റെ കാര്യം നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആൻഡ് ജനറലി കുക്കിംഗ് അറ്റ് ഹോം ഈസ് സേഫർ ബിക്കോസ് യു ട്രൈ ടു നമ്മളെ ഫാമിലിക്ക് വേണ്ടി ഫ്രഷ് ഫ്രൂട്ട്, ഫ്രഷ് നോൺ വെജ്, ഈ കാര്യങ്ങളാണ് നമ്മുടെ ഫാമിലിയുടെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. പുറത്തുനിന്ന് കഴിക്കേണ്ടെന്നല്ല, ബിക്കോസ് അവരുടെയും
ദി ടൈപ്പ് ഓഫ് ഫുഡ് ദേ സെർവ് ഇസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ നോട്ട് ഓൺലി ദാറ്റ്, ഐ തിങ്ക് നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പോൾ ഇപ്പോൾ ചിക്കൻ ബ്രോസ്റ്റ് ഒക്കെ ഇറങ്ങിയ കോൺ പൗഡേഴ്സ് ഉണ്ട്, പിന്നെ ഈവൻ അതിൻ്റെ കൂടെ നമുക്ക് പെപ്സിയോ കോളയോ ഇല്ലാതെ ഇറ്റ് ഇസ് ഡിഫറെന്റ്. ദർ ഇസ് ലോട്ട് ഓഫ് എംപ്റ്റി കാലറീസ് അതിൻ്റെ കൂടെ വരുന്നത്. ഈ കാലറീസിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഒന്ന്, ദേ വിൽ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം നമ്മൾ അറിയാതെ കഴിച്ചു പോകുന്നതാണ്. കോമൺ എക്സാമ്പിൾ ലൈക്ക് യു സെഡ് ഇസ് either you have a soft drink along with it or you order any burger or a sandwich, there are french fries along with it. Yeah. And most children love it because നല്ലതാണ് കഴിക്കാൻ എന്നുള്ളതാണ്, but then they are high calorie and the oil they are fried in is something which we are not sure what they have fried it in. Okay. So that part also is something, and it is an accompaniment. ഇപ്പോൾ നമ്മൾ if we go to an Indian restaurant, നമ്മളൊരു ദോശ പറിച്ച് അതിൻ്റെ കൂടെ മിക്ക സ്ഥലത്തും they will offer you a vada also, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ you go to a continental or western restaurant, they have something like this. Most of the western countries have a culture of having one of the cola drinks or things along with a burger rather than water. So if you അവിടെ വെള്ളം നമ്മൾ ചോദിച്ചില്ലെങ്കിൽ വെള്ളം തരത്തില്ല, അതിന് പകരം we get something like this. Same culture is coming to നമ്മുടെ നാട്ടിൽ അത് തന്നെയാണ് വരുന്നത്. അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്, ബിക്കോസ് അതിൻ്റെ ദോസ് കാലറീസ് ആർ എംപ്റ്റി കാലറീസ് ആൻഡ് ദേ ആർ ഡേഞ്ചറസ് ഫോർ ദ ബോഡി ആൻഡ് പെട്ടെന്ന് ഡെപ്പോസിറ്റ്. അതിൻ്റെ മെയിൻ കണ്ടന്റ് ഇസ് ഷുഗർ. യെസ്, ട്രൂ. കാരണം അത് ഇപ്പോൾ ഒരുപാട് പേര് അത് പറയും. നമ്മളെ നാട്ടിൽ മൊത്തം എവിടെ നോക്കിയാലും റെസ്റ്റോറൻറ്റ്സ് ആണ്, ടേസ്റ്റി ഫുഡ്സ് ആണ്. മണം കാരണം നമുക്ക് കഴിക്കാതിരിക്കലും നമ്മൾ ഭക്ഷണം കഴിക്കരുതെന്നല്ല, നമ്മളതൊരു ലിമിറ്റിൽ നോക്കുക, ക്വാളിറ്റി നോക്കുക, അന്ന് നമുക്ക് ശരീരത്തിന് സൂട്ടാവുന്നതാണോ നോക്കുക. ഇപ്പോൾ ഒരു ഡയബറ്റിക്കിന് വല്ലപ്പോഴും ഒരു സ്വീറ്റ് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കുന്നുണ്ടോ കുഴപ്പമില്ല, പക്ഷേ അത് ഡെയിലി ആയിട്ട് അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ പോയി കഴിക്കുകയെന്ന് വെച്ചാൽ ശരീരം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ദാറ്റ് ഇസ് ഡേഞ്ചറസ്. സാർ പറഞ്ഞാൽ ബോർഡർ ലൈൻ ആണ് എന്നുണ്ടെങ്കിലും ഇറ്റ് ഇസ് വെരി ഹൈ ടൈം യു സ്റ്റാർട്ട് ആൻ എക്സസൈസ് അല്ലേ? അബ്സല്യൂട്ട്ലി. ഇപ്പോൾ ഇൻ കേസ് യു ആർ ഹാവിങ് ബോർഡർ എന്നാണെങ്കിൽ നമുക്ക് മരുന്ന് കഴിക്കാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ മിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെടത്തില്ല, ബിക്കോസ് ഇറ്റ് ഇസ് എൻ ആർട്ടിഫിഷ്യൽ തിങ് വിച്ച് യു ആർ ടേക്കിംഗ് എന്നുള്ളൊരു ഫീലിംഗ് എല്ലാവർക്കും ഉണ്ട്. അപ്പം നാച്ചുറൽ ഫുഡ്സ് അത് ആൻഡ് എക്സർസൈസാണ്. അപ്പോൾ എക്സർസൈസിനകത്ത് ഡെയിലി ഏറ്റവും സിംപ്ലസ്റ്റ് എക്സർസൈസസ് വാക്കിംഗ് ആൻഡ് 30 minutes എ ഡേ. വാക്സ് ഇനീഷ്യലി സ്ലോ ആയിട്ട് നടക്കുക, സ്പീഡ് കൂട്ടുക, നമുക്ക് ഗ്രാജുവലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ട്രെഡ്മിൽ യൂസ് ചെയ്യുക, ജിമ്മിൽ പോവുക, അങ്ങനെയൊക്കെ. ഇതുപോലെ നിങ്ങൾ ആദ്യം ചോദിച്ച പോലെ വേറൊരു ബോർഡർ ലൈൻ കഥ നമ്മുടെ ജിമ്മിങ് യുവാക്കളുടെയാണ്. ആദ്യത്തെ 2-3 കൊല്ലം പോയി നല്ല ബോഡിയൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നല്ല ഫുഡൊക്കെ അടിച്ച് നമ്മൾ ഉഷാറായി കഴിഞ്ഞ് ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കിനും തടി കൂടി ഒബേസിറ്റിയിലോട്ട് മാറും. അത് കഴിഞ്ഞിട്ട് എല്ലാവരും വേണ്ട തടി കൂടിയെന്ന് വെച്ചാൽ പിന്നെ പോയി പെട്ടെന്ന് പഴയ ലെവലിൽ തന്നെ ജിമ്മിങ് ചെയ്യുമ്പോഴാണ് കാർഡിയക് പ്രോബ്ലംസ് വരുന്നത്. ബിക്കോസ് ഹാർട്ട് ഇസ് നോട്ട് യൂസ് ടു ഇറ്റ്. 6 മാസത്തിലോ 6 കൊല്ലത്തിൽ കുറേ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും. ഇതുകൊണ്ട് പ്രോബ്ലം വരുന്നത് ദേ ഹാവ് എ പ്ലാക്ക് അല്ലെങ്കിൽ രക്തക്കുഴലിനകത്ത് അറ്റാക്ക് വരാൻ സാധ്യതയുള്ളൊരു പോയിന്റ് വെച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഹാർട്ട് 6 മാസമോ 2 കൊല്ലമോ നമ്മൾ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് പൊക്കാതെ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ അൺയൂഷ്വലായിട്ട് നമ്മൾ എക്സർഷൻ ചെയ്താൽ, നമ്മൾ ഹെവി ആയിട്ട് ചെയ്താൽ പെട്ടെന്നായിരിക്കും ഒരു നെഞ്ചുവേദന വിഷം വരുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾ കേട്ട് വരുന്നത് ജിമ്മിലോ അല്ലെങ്കിൽ എക്സസൈസിൻ്റെ സമയത്ത് കുഴഞ്ഞു വീണ് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഇങ്ങനെ ഒരു ഇതാണെങ്കിൽ ഇത് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ദ സിമ്പിൾ തിങ് ഇസ് മീറ്റ് എ ഡോക്ടർ. നിങ്ങൾ കാർഡിയക് കണ്ടീഷൻ ഇസ് ഇറ്റ് ഫിറ്റ് ടു ഗോ ഫോർ ഹെവി എക്സർസൈസ് നിങ്ങൾ അറിയുന്ന ഓൾവേസ് നല്ലതാണ്. ഈ പ്രാവശ്യം വേൾഡ് ഹാർട്ട് ഡേയിൽ അവർ വരുന്നത് യൂസ് ഹാർട്ട് ഫോർ ഹാർട്ട് എന്നാണ്. അപ്പോൾ യൂസ് യുവർ ഹാർട്ട് എന്ന് വെച്ചാൽ ലിസൺ ടു യുവർ സിംറ്റംസ് ഓഫ് യുവർ ഹാർട്ട്. നിങ്ങൾക്ക് ശ്വാസമുട്ടുള്ള നെഞ്ചുവേദന വല്ലതും ഉണ്ടെങ്കിൽ ഒരു ഡോക്ടർ പോയി കാണുക. എക്സർസൈസ് റെജിമെൻ റീസ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഒരു ഡോക്ടർ പോയി കാണുക. ജസ്റ്റ് ഒരു ബേസിക് ടെസ്റ്റ്, ECG, എക്കോ, ട്രെഡ്മിൽ, നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഈ ഫെസിലിറ്റി ഉള്ളതാണ്. ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് ആർ യു ഫിറ്റ് ടു ഗോ ഫോർ എ ഹെവി എക്സർസൈസ് എന്ന് അറിഞ്ഞാൽ നമുക്ക് അത്രയും സേഫ് ആയിട്ട് മുമ്പോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ദാറ്റ് വാസ് എ വെരി വണ്ടർഫുൾ ടോക്ക് ഡോക്ടർ. താങ്ക് യു. താങ്ക് യു സോ മച്ച്.